ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് വാട്ടർ എയ്റ്റിംഗ് ഡേ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി ഞാൻ ഷോർട്സ് പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു കുറച്ച് കുഞ്ഞ് ലെങ്തി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ണേട്ടൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞാൻ രാവിലെ കഴിക്കുന്നത് ദോശയും ഉരുളക്കിഴങ്ങ് കറിയാണ് നമ്മൾ രാവിലെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശയും ഉരുളക്കിഴങ്ങ് കറിയും കഴിക്കാം. ഞാൻ വീഡിയോ കുറേ ടേക്ക് എടുത്ത കാരണം ദോശ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല മുരിഞ്ഞ ദോശ തടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശയും ഉരുളക്കിഴങ്ങും കഴിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയാണ്. എനിക്ക് കുഞ്ഞ് വിശപ്പിൻ്റെ വീഡിയോ വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്, ഞാൻ ഇന്നലെ തലേ ദിവസം കുറച്ച് ലേശം ചോറ് ബാക്കിയായപ്പോൾ എൻ്റെ വിചാരിച്ചു എനിക്ക് വെള്ളച്ചോറ് കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പഴങ്കഞ്ഞി അല്ലേ, പഴങ്കഞ്ഞി വെള്ളച്ചോറ് അങ്ങനെയല്ലേ പറയാം, ചില സ്ഥലങ്ങളിൽ പഴങ്കഞ്ഞി എന്ന് പറയുന്നു. ഇത് അമ്മ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നാടൻ മീനാണ്. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇതിലത്തെ വെണ്ണ കാണുന്നുണ്ടോ എന്നുള്ളത് കാണിച്ചു തരാം. കണ്ടോ, നല്ല വെണ്ണയൊക്കെയുള്ള നല്ല തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് വയ്ക്കുമ്പോൾ അതും ലൊഴിച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ കടവെണ്ണ, പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് പുളിഞ്ഞ പച്ചമുളക്, ഉപ്പ്, പിന്നെ എണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണേ, വേറെ വെച്ചിട്ട് ഉടച്ചിട്ടൊന്നും കഴിയില്ല. കൈ കൊണ്ട് തന്നെ ഞെരടി ആ പുളിയും പച്ചമുളകും എണ്ണയും ഉപ്പും കൂടെ നല്ല എന്താ പറയുക കൺസിസ്റ്റൻസിയിലാവുമ്പോൾ അതിങ്ങനെ കൊടുത്തിട്ടൊക്കെ നല്ലതാണ്. ഇതിൽ തന്നെ പച്ചമുളക് ഇട്ട് ഉടയ്ക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്ക് ഈ വെണ്ണ കണ്ടപ്പോൾ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യാൻ തോന്നിയില്ല. അപ്പം ഞാൻ ഇന്ന് ഇതാണ് കഴിയാൻ പോകുന്നത്. വെള്ളം ഇതൊക്കെ വറ്റെല്ലാം കഴിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കുന്ന ആ ഫീലും വേറെ സ്വർഗം. അപ്പോൾ ഇപ്പം ടൈം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കളയിലത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കണം, അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കുടിച്ചാലോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന ജ്യൂസ് തന്നെയായിരിക്കും, ABC ജ്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ കുടിക്കുന്നത്. 12 മണിക്ക് ഇത് ഞാൻ 11 ആ ടൈമിലൊക്കെ കുടിക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ വെള്ളച്ചോറ് കഴിച്ച കാരണം എന്ത് ചെയ്തു, ഇത് ഉപ്പിടാം. അപ്പം നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഉച്ച 2 മണി. അപ്പോൾ നമുക്ക് എന്താണ് ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് നോക്കിയാലോ. ഉച്ചത്തേക്ക് നമ്മൾ ചോറും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ചോറും മോര് കറിയും, പിന്നെ രാവിലത്തെ കറി കുറച്ചുണ്ടായിരുന്നു അത്, പിന്നെ കയ്പ്പയ്ക്ക ഉപ്പേരി, ഇത് മൂന്നാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലൊന്നുമില്ല, സാധാരണ ചോറാണ്. പിന്നെ എനിക്ക് ഈ പ്രഗ്നൻസി ആയതിന് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അങ്ങനെ ക്രേവിങ്സ് അങ്ങനെ അതൊന്നുമില്ല. സാധാരണ എല്ലാം നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ അങ്ങനെയൊന്നും എനിക്കില്ല. പക്ഷെ ചില സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നും, ചില സമയത്ത് ഇന്നത് കിട്ടിയാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇന്നത് വേണം, അങ്ങനെ ഒരു ചെറിയൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നോർമലി എനിക്ക് അങ്ങനെ ഒരു പ്രഗ്നൻസി ക്രേവിങ്സ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമുക്ക് ക്ഷീണം, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ. എനിക്ക് ഫസ്റ്റിൽ വോമിറ്റിംഗ് ടെൻഡൻസി അധികം ഉണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ചില ദിവസങ്ങളിൽ ഒരു മോർണിംഗ് സിക്നസ് എന്ന് പറയില്ല, അത് മാതിരിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി എല്ലാം ഓക്കെയാണ്, ദൈവം സഹായിച്ചു. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും, പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. എന്താ പറയുക, ഈ ജേർണിയിൽ ഫുള്ളും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഞാൻ വാചകടിച്ച് നീട്ടുന്നില്ല, ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ മെഡിസിൻസും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം കണ്ണേട്ടൻ വന്നു. അപ്പോൾ കണ്ണേട്ടൻ വരുമ്പോൾ ജാം റോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മല്ലുപിടുത്തമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നത്. ചായ കുടിക്കലും രാത്രിയിലത്തെ ഫുഡും ഉണ്ടാക്കലും കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടേക്കാണ് എപ്പോഴും
മിക്ക ഡേയ്സിൽ ഞങ്ങൾ പോകാറ് കേട്ടോ. അവിടെ പോയി നിന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. കണ്ണേട്ടനും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിൻ്റെ ടയർഡ്നെസ്സും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മീൻകുട്ടന്മാർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ടൈം എത്ര മണിയായി? 10:30. അപ്പോൾ നമ്മൾ നൈറ്റ് ഡിന്നർ കഴിക്കാൻ പോകും. ഇത് പറയുന്ന പോലെ നമ്മൾ ഇന്ന് കഴിക്കുന്നത് ചപ്പാത്തിയും പിന്നെ ഇത് വെള്ളപ്പയർ, വൻപയറും ചിലവർക്ക് പറയും അല്ലേ? വൻപയറും വൻപയറും വലിയ പയർ, അതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. കണ്ണേട്ട കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. കൊള്ളാം എന്ന് പറയാൻ പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ